നമസ്കാരം, ഞാൻ നെത്തിലേൽ ബിനു വർഗീസ്, ബാലികാ മഠം ഹയർ സെക്കൻഡറി സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. നിങ്ങൾക്ക് കാന്തം വെച്ച് കളിക്കാൻ ഇഷ്ടമാണോ? എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കാന്തം വെച്ച് ഉപയോഗിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. അതിനുള്ള ആവശ്യമായ സാധനങ്ങൾ: ഒരു മാഗ്നറ്റ്, ഒരു പ്ലാസ്റ്റിക് കവർ. ഞാനിവിടെ പ്ലാസ്റ്റിക് കവറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തുണിയോ അല്ലെങ്കിൽ പേപ്പറോ ഉപയോഗിക്കാം. പിന്നെ 2 A4 ഷീറ്റ് പേപ്പർ, ഒരു മണ്ണ്. ഈ പരീക്ഷണത്തിന്റെ പേര് മണ്ണിൽ നിന്ന് എങ്ങനെ കാന്തം ഉപയോഗിച്ച് ഇരുമ്പ് പൊടിയെ എടുക്കാമെന്നാണ്. ഇനി പരീക്ഷണത്തിലേക്ക് കിടക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡിസ്ക് മാഗ്നറ്റ് ആണ്. ഏത് തരത്തിലുള്ള മാഗ്നറ്റും ഉപയോഗിക്കാം. ഈ മാഗ്നറ്റ് കൊച്ചതായതുകൊണ്ട് പവർ കൂട്ടുവാൻ വേണ്ടി ഞാൻ 4 മാഗ്നറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പ്ലാസ്റ്റിക്കിലോട്ട് ഇടാം. ഈ മാഗ്നറ്റ് ഇട്ടതിന് ശേഷം ഈ മണ്ണിലൊന്ന് ഉരയ്ക്കാം. കണ്ടില്ലേ കൂട്ടുകാരെ, ഇവിടെ ഇങ്ങനെ കറുത്ത പൊടികൾ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ഇടയ്ക്ക് ഭാഗത്ത് കാണുന്നില്ലെന്ന്, ഇടയ്ക്ക് ഭാഗത്ത് ഇരുമ്പ് പൊടികൾ കുറവാണെന്ന്. അതെന്തുകൊണ്ടാ? ഇടയ്ക്ക് നമ്മുടെ കാന്തിക ബലം കുറവാണ്, എന്നാൽ അറ്റത്തായിട്ട് കാന്തിക ബലം കൂടുതലാണ്. പിന്നെ ഈ പൊടികളാണ് ഇരുമ്പ് പൊടികൾ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇടാം. ഇനിയും ഒന്നെടുക്കാം. ഞാൻ എന്തിനാണ് ഈ പ്ലാസ്റ്റിക് കവർ ഇടുന്നതെന്ന് പറഞ്ഞെന്നറിയാമോ? നമ്മൾ ഈ ഒരു കാന്തം എടുത്ത് ഈ മണ്ണിൽ കൂടി ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഇതിനകത്തിരുന്ന ഇരുമ്പ് പൊടി ഇതിൽ ആകർഷിക്കുന്നു. പിന്നെ ഈ പേപ്പറിലിടാൻ ഒത്തിരി പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഈ മണ്ണിനകത്തുള്ള ഇരുമ്പ് എടുത്തത്. പക്ഷേ ഇതിനകത്ത് ഇരുമ്പും മണ്ണും ചേർന്നിരിക്കുകയാണ്. ഇനി ഇതിനകത്തുനിന്ന് ഇരുമ്പ് മാത്രമേ എടുക്കുവാനാണ് നമ്മൾ ഈ ഒരു കവർ എടുത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് വലിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ മുട്ടരുതെന്ന്. കണ്ടില്ലേ? ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്തുവാണ് മനസ്സിലാക്കുന്നത്? ഏത് തരത്തിലുള്ള മാഗ്നറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കാന്തം ഉപയോഗിച്ച് നമുക്ക് മണ്ണിൽ നിന്ന് ഈ ഇരുമ്പ് പൊടികൾ അല്ലെങ്കിൽ അയൺ ഡസ്റ്റിനെ എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാകുന്നു. രണ്ടാമതായി, ഈ മാഗ്നറ്റിനെ ആകർഷിക്കുന്ന വസ്തുക്കൾ ആണ് കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇനി ഈ മാഗ്നറ്റിനെ ആകർഷിക്കാത്ത വസ്തുക്കൾ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. മൂന്നാമതായോ, മണ്ണിൽ കാന്തിക വസ്തുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഈ ഒരു പ്രവർത്തനത്തിലൂടെ മനസ്സിലാകാം. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുമല്ലോ. നന്ദി, നമസ്കാരം.